പരിശുദ്ധമായ മിഅ്റാജിന്റെ രാവിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു ജല്ല ജലാലുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ റബ്ബ് തആല ദാനമായി സമ്മാനമായി കൊടുത്തയച്ചത് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനായ മനുഷ്യന്റെ മിഅ്റാജാണ് നിസ്കാരമെന്ന് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പഠിപ്പിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏഴാകാശ ലോകങ്ങളിലേക്ക് ബുറാഖിന്റെ പുറത്ത് കയറി ഹബീബ് നടത്തിയ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എവിടെ വെച്ചാണോ ഹബീബായ നബി തങ്ങളുമായി അല്ലാഹു ജല്ല ജലാലു ലിഖാഇന് അവസരമൊരുക്കിയത്, ആ മഖാമിൽ വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനമായി നൽകുമ്പോ സൃഷ്ടികളിൽ ദുർബലരായ നാം, കഴിവ് കുറഞ്ഞവർ നാം, ആയുസ് കുറഞ്ഞവർ നാം, പ്രപഞ്ചത്തിന്റെ അനന്തമായ സീമകളെ മുറിച്ചു കടക്കുന്നത് ചിന്തിക്കുക പോലും സാധ്യമല്ല എന്ന് മനസ്സിലാവുന്ന ഈ സയന്റിഫിക് യുഗത്തിൽ പോലും ആകാശഗോളങ്ങളെ കീറിമുറിച്ച് മിഅ്റാജ് ചെയ്ത ഹബീബിന്റെ മിഅ്റാജിനോളം നിങ്ങൾക്ക് അല്ലാഹുമായി അഭിമുഖ സംഭാഷണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു നിന്ന് വുളു എടുത്ത് തുഹൂറോടുകൂടെ ശുദ്ധിയുള്ള സ്ഥലത്ത് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നതിലൂടെ നിങ്ങൾക്ക് അല്ലാഹുവിനോട് സംസാരിക്കാൻ കഴിയും. അതാണ് അത്ഭുതം. വലിയ വലിയ വ്യക്തിത്വങ്ങളെ കാണണമെങ്കിൽ അപ്പോയിന്റ്മെന്റുകൾ വേണം, പ്രീ അറേഞ്ച്ഡ് അപ്പോയിന്റ്മെന്റുകൾ വേണം. അവര് പറയുന്ന സ്ഥലം, അവര് പറയുന്ന സമയം, ആ സമയത്തത് തീർക്കണം. എന്നാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവുകൊണ്ട് ഉരിയാടുകയും ചെയ്ത ഒരു മനുഷ്യന് ഒരിക്കലും നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതില്ലാത്ത വിധം കരുണാമയനായ ലോകത്തിന്റെ സൃഷ്ടാവായ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബുൽ ആലമീനായ അല്ലാഹു ജല്ല ജലാലുവിനോട് എപ്പോഴെങ്കിലും മനസ്സു തുറന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നുവെങ്കിൽ ആ സമയവും സ്ഥലവും നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം അടിമകളായ മനുഷ്യർക്ക് നൽകുന്നതാണ് നിസ്കാരം. അതത്ഭുതമല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ റബ്ബിനോട് സംസാരിക്കണമെങ്കിൽ ലാ തഖ്തലിഫു അലൈഹിൽ അൽസുൻ, ഭാഷകൾ അല്ലാഹുവിന് പ്രശ്നമല്ല. കോടാനുകോടി മനുഷ്യരുടെ സംസാരങ്ങളും ഫോൺ കോളുകളും മനുഷ്യനുണ്ടാക്കുന്ന ടവറുകൾക്ക് സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോരുത്തർക്കും അവനവരുടെ നമ്പറുകളിലേക്ക്, ഡിവൈസുകളിലേക്ക് ആ ശബ്ദ സന്ദേശങ്ങളെ ഡൈവേർട്ട് ചെയ്യാൻ മനുഷ്യനെന്ന ദുർബലനായ മനുഷ്യൻ ദുർബലനായി സൃഷ്ടിക്കപ്പെട്ടവനാണെന്ന് റബ്ബ് തആല പറഞ്ഞിട്ട് പോലും മനുഷ്യന്റെ സംവിധാനങ്ങൾക്കിത് സാധ്യമാണെങ്കിൽ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ഖുദ്റത്ത്, ലോകത്തിന്റെ മുക്കുമൂലകളിൽ വിവിധങ്ങളായ ഭാഷകളിൽ ഞങ്ങളുടെ രക്ഷിതാവേ, പടച്ചവനെ, പർവർദഗാർ, യാ റബ്ബ്, ഓ മൈ ഗാഡ്, പ്രപഞ്ചനാഥനെ കുറിച്ച് നിങ്ങൾ അറിയുന്ന ഏത് ഭാഷയിൽ വിളിച്ചാലും ആ ഭാഷകളൊന്നുമേ അല്ലാഹുവിന് അവ്യക്തതയുണ്ടാക്കുന്നതല്ല. പിന്നെയോ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന ചിന്തകളെപ്പോലും കേൾക്കാനും അറിയാനും സംവദിക്കാനും കഴിയുന്ന റബ്ബാണ് നിങ്ങളുടെ റബ്ബ്. ലാ തുദ്രികുഹുൽ അബ്സ്വാർ വഹുവ യുദ്രികുൽ അബ്സ്വാർ വഹുവൽ ലതീഫുൽ ഖബീർ. ആ റബ്ബിന്റെ അളമത്ത്, ആ റബ്ബിന്റെ മഹത്വം, ആ പടച്ചതമ്പുരാന്റെ ഉണ്മ നിങ്ങളുടെ കണ്ണുകളെ കൊണ്ട് മുഴുവനായി മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കാണാനോ സാധ്യമല്ലെന്നിരിക്കെ വഹുവ യുദ്രികുൽ അബ്സ്വാർ, കണ്ണുകളെ നിയന്ത്രിക്കുന്നത് ആ പടച്ചവനാണ്. കണ്ടുകൊണ്ടിരിക്കുന്നതിനെ കാണാതെയാക്കി തരാനും കാണാതെയായി കിടക്കുന്നവയെ കാണിച്ചു തരാനും കഴിയുന്നവനാണ് അല്ലാഹു. വഹുവൽ ലതീഫുൽ ഖബീർ, എല്ലാം അതിസൂക്ഷ്മമായി അറിയുന്നവനാണ് പടച്ചതമ്പുരാൻ. ആ റബ്ബുമായി നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് തോന്നുന്നുണ്ടോ? വുളു എടുക്കണം, ഖിബിലയിലേക്ക് തിരിയണം. ഏതൊരു ഭവനമാണോ ഭൂമി നിർമ്മിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടതിന് ശേഷം, പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് ശേഷം, ഈ ഭൂമികയിൽ ആദ്യമായി അള്ളാഹുവിന്റെ മലക്കുകളും ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹിസ്സലാമും ഒരുമിച്ചുണ്ടാക്കിയ മസ്ജിദ് ഏതോ, അള്ളാഹുവിന്റെ ഭൂമിയിൽ
റബ്ബിന് സുജൂദ് ചെയ്യാൻ വഖഫ് ചെയ്യപ്പെട്ട ആദ്യത്തെ കെട്ടിടമേതോ, ആദ്യത്തെ മസ്ജിദ് ഏതോ, ആ മസ്ജിദാണ് ലോകത്തുള്ള എല്ലാ മസ്ജിദുകളുടെയും മാതാവ്. ആ മസ്ജിദിലേക്ക് തിരിയുമ്പോഴാണ് മറ്റു മസ്ജിദുകളിൽ നടക്കുന്ന നിസ്കാരങ്ങൾക്ക് സാധൂകരണമുണ്ടാകുന്നത്. അപ്പൊ കഅബയുടെ മഹത്വം എത്രയായിരിക്കും ആലോചിച്ചു നോക്ക്. അല്ലാഹുവിന്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കണമെന്ന ആഗ്രഹമുണ്ടോ? ഖുർആൻ എടുത്തോതണം. അല്ലാഹുവിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെന്ന ആഗ്രഹമുണ്ടോ? നിസ്കരിക്കണം. രണ്ടും സാധ്യമാണ്. If you want to talk to Allah, stand up in prayer. If you want to listen to Allah, recite Quran. അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാം നിങ്ങൾക്ക് കേൾക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള വഴിയാണ് പരിശുദ്ധ ഖുർആൻ ഓതുന്നത്. ആ ശബ്ദം റബ്ബിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്ന പോലെയാണ്. അള്ളാഹിന്റെ വചനമാണത്. അള്ളാഹുവിനോട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഔദ്യോഗികമായ രീതി എന്ന് പറയുന്നത് 5 നേരത്തെ ഫർളാക്കപ്പെട്ട നിസ്കാരത്തിലൂടെയാണെങ്കിൽ അതിന് അള്ളാഹുവിന്റെ ഭൂമികയുടെ പ്രപഞ്ചത്തിന്റെ സമയക്രമങ്ങളിൽ എപ്പോഴാണ് നിസ്കാരത്തിന്റെ നേരങ്ങളെന്ന് പുണ്യനബി പഠിപ്പിച്ചതിനനുസരിച്ച് വഖത്തായി കഴിഞ്ഞതിന് ശേഷം വുളൂ കൃത്യമായി ചെയ്ത് ത്വഹാറത്തോടുകൂടെ ശുദ്ധമായ വസ്ത്രം ധരിച്ച് ശുദ്ധമായ ഇടത്തിൽ ചെന്ന് ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് അല്ലാഹു അക്ബർ എന്ന് ചൊല്ലുന്നവരെ കാരുണ്യവാനായ അല്ലാഹു നിങ്ങളിലേക്ക് മുഖം തിരിച്ച് നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിസ്കാരം അവസാനിക്കുമ്പോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് ചൊല്ലി നിങ്ങൾ ഖിബലയിൽ നിന്ന് മുഖം തിരിക്കുമ്പോൾ മാത്രമാണ് അല്ലാഹു നിങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുവരെ അല്ലാഹു നിങ്ങളിലേക്ക് മുതവജ്ജിഹാൻ. അതുകൊണ്ടാണ് അല്ലാഹു അക്ബർ. ഫാത്തിഹ നമ്മൾ തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, കാരുണ്യവാനും കരുണാവാരിധിയുമായ അല്ലാഹുവിനാണ്, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ നാമത്തിലാണ് ഞാൻ ആരംഭിക്കുന്നത്. ഇത് പറഞ്ഞിട്ട് എന്താ പറയുന്നത്? അല്ലാഹുവിന്റെ വചനങ്ങളാണല്ലോ ഫാത്തിഹ. അതുകൊണ്ടാണ് സബ്ഉൽ മഹാനി, ആവർത്തിക്കപ്പെടുന്ന 7 ആയത്തുകൾ. സൂറത്തുൽ ഫാത്തിഹയുടെ പേരതാണ്, ഒരു പേരതാണ്, പേരുകളിൽ ഒരു പേരതാണ് അസ്സബ്ഉൽ മഹാനി. ആവർത്തിക്കപ്പെടുന്ന 7 എണ്ണം. മുഅ്മിനീങ്ങൾ ഒരു ദിവസം 17 തവണയാണ് 5 വക്ത് നിസ്കാരത്തിന്റെ റക്അത്തിന്റെ എണ്ണത്തിനനുസരിച്ച് 17 തവണ ഫാത്തിഹ ലോക മുസ്ലിമീങ്ങൾ നിസ്കരിക്കുന്നവരൊക്കെ ഓതിക്കൊണ്ടിരിക്കുക. ആവർത്തിക്കപ്പെടുന്ന ഈ 7 ആയത്തിനോളം ഖുർആനിലെ വേറെ ആയത്തുകൾ ഒരു മുസ്ലിം ചൊല്ലുന്നില്ലെന്നാണ്. അതുകൊണ്ടാണ് സബ്ഉൽ മഥാനി. ഫാത്തിഹയിൽ ബിസ്മി തുടങ്ങിയാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും അർഹിക്കുന്നത്, എല്ലാ നന്ദിയും യഥാർത്ഥത്തിൽ അർഹിക്കുന്നത് അല്ലാഹുവാൻ. ഇവിടെ എങ്ങനെ പറയാമായിരുന്നു? അൽഹംദു ലീ, എനിക്കാണ് സ്തുതി എന്ന് അല്ലാഹു പറയാമായിരുന്നു. പറഞ്ഞെന്താ? അൽഹംദു ലില്ലാഹ്, അല്ലാഹുവിനാണ് സ്തുതി. അല്ലാഹ് പറയുമ്പോൾ അല്ലാഹു പറയാലോ എനിക്കാണ് സ്തുതിക്കേണ്ടത്. അങ്ങനെ വരികയാണെങ്കിൽ അറബിയിൽ പറയാം, എങ്ങനെയായിരിക്കും? അൽഹംദു ലീ എന്ന് പറയാമായിരുന്നു. പക്ഷെ അല്ലാഹു പറഞ്ഞത് എങ്ങനെ? അൽഹംദുലില്ലാഹ്. എന്തുകൊണ്ട്? അല്ലാഹു എന്നത് ഫി മഖാമിൽ ഗൈബ്, നമ്മുടെ സെൻസുകൾക്ക്, നമ്മുടെ കാതിന്, കണ്ണിന്, മനസ്സിന്, ചിന്തകൾക്ക് അതീതമായ ഒരു തലത്തിലാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണേണ്ടത്. അതുകൊണ്ട് അല്ലാഹു തആല അൽഹംദുലി എന്ന് പറയുന്നതിലൂടെ അവിടെ വരാവുന്ന വാക്കുകളിലും ആശയങ്ങളിലും വരാവുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. അതിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന് അവകാശപ്പെട്ടതാണ് എല്ലാ സ്തുതിയും.
എന്നിട്ട് അല്ലാഹുവിനെ പരിചയപ്പെടുത്താൻ. അതല്ലേ നിസ്കാരം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങളുടെ രക്ഷിതാവാണ് അല്ലാഹു. ലോകങ്ങളുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലോകമെന്നാണ്. ശരിക്കും അത് മൾട്ടിവേഴ്സ് ആണെന്നാണ് ഇപ്പോഴത്തെ പുതിയ കണ്ടെത്തൽ. നോക്കണേ, സുബ്ഹാനല്ലാഹ്, മൾട്ടിവേഴ്സ് ആണ്, യൂണിവേഴ്സ് അല്ല. മൾട്ടിവേഴ്സ്, ഒരുപാട് ലോകങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതാണ് യൂണിവേഴ്സൊക്കെ മാറി ഇപ്പോൾ മൾട്ടിവേഴ്സ് ആയിട്ടുണ്ട്. ഖുർആൻ അതേ പറഞ്ഞിട്ടു, റബ്ബുൽ ആലമീനാണ് അല്ലാഹു. ലോകങ്ങളുടെ, മൾട്ടിവേഴ്സിന്റെ, മൾട്ടിപ്പിൾ യൂണിവേഴ്സുകളുടെ, ലോകങ്ങളുടെ രക്ഷിതാവാണ് അല്ലാഹു. റബ്ബുൽ ആലമീൻ, ലോകങ്ങളുടെ പരിപാലകനാണ്. സൃഷ്ടിക്കുക മാത്രമല്ല, ആ സൃഷ്ടികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ സർവ മുഖവ്വിമാത്തുകളും, കോളങ്ങൾക്ക് ഇവിടെ ജീവിക്കണം, ജന്തുജാലങ്ങൾക്ക് ജീവിക്കണം, മനുഷ്യർക്ക് ജീവിക്കണം, ജിന്നുകൾക്ക്, ഏലിയൻസിന്, മലക്കുകൾക്ക് അവിടെ ജീവിക്കണ്ടേ? അവർക്ക് ആവശ്യമായത് മുഴുവനും മുഖവ്വിമാത്തുൽ ഹയാ അള്ളാഹു അവർക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സസ്റ്റൈനബിലിറ്റിക്ക് ആവശ്യമായത് മുഴുവനും. അതാണ് പരിപാലകൻ. പരിപാലിച്ചു കൊണ്ടുവരാണ് അല്ലാഹു, നിലനിർത്തിക്കൊണ്ടുപോരാൻ, വളർത്തിക്കൊണ്ടുവരാൻ. കുഞ്ഞുനാളിൽ കുഞ്ഞായി വളർന്ന് വാർദ്ധക്യത്തിലെത്തി മരണത്തിലേക്ക് പോകുന്ന ഒരു പ്രക്രിയ മനുഷ്യ സൃഷ്ടിപ്പിന്റെ അള്ളാഹുവിന്റെ ഒരു ഹിക്മത്താണ്. റബ്ബാണ് അല്ലാഹു. അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറയുമ്പോ ആ അള്ളാഹു ആരാണ് എന്ന് നമ്മുടെ ചിന്തകൾ ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അള്ളാഹു പറഞ്ഞു തന്നു, ആരാണ് അള്ളാഹു എന്നറിയുമോ? റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ പരിപാലകനാണ് അള്ളാഹു. ആ റബ്ബ് നിങ്ങളുടെ കാഴ്ചകൾക്ക് അതീതനാണ്, നിങ്ങളുടെ ശ്രവണ കഴിവുകൾക്ക് അതീതനാണ്, നിങ്ങളുടെ ചിന്തകൾക്ക് അതീതനാണ്. ലൈസ കമിഥിലിഹി ഷൈഉൻ, അള്ളാഹുവിനെ പോലെ എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒന്നുമേ ഈ പ്രപഞ്ചത്തിലില്ല. ലൈസ കമിഥ്ലിഹി ഷൈഉൻ, nothing can be compared to Allah. ഒന്നും അള്ളാഹുവിനോട് തുലനം ചെയ്യുക സാധ്യമല്ല. അപ്പൊ എന്തായിരിക്കും അള്ളാഹു? എങ്ങനെയാണ് റബ്ബ്? അള്ളാഹുവിന്റെ ദാത്ത് എന്താണ് എന്ന് അള്ളാഹു പറഞ്ഞെന്നില്ല. അള്ളാഹു ആരാണെന്ന് പറഞ്ഞെന്നു, അത് പറഞ്ഞുതരാണ്. അർ-റഹ്മാനിർ റഹീം, ബിസ്മിക്ക് ശേഷം ഒരിക്കലൂടെ കാരുണ്യവാനായ റബ്ബാണെന്ന് അള്ളാഹു പിന്നെയും ആവർത്തിക്കുന്നു. ഇതാ നമ്മൾ 17 തവണ ഓതുന്നത് ഫാത്തിഹ. അർ-റഹ്മാനിർ റഹീം, അള്ളാഹുവിനെ ആരാധിക്കുന്നവർക്കും പടച്ചവനില്ല എന്ന് പറയുന്ന നാസ്തികന്മാർക്കും എക്സുകൾക്കും പടച്ചവൻ വേണ്ടെന്ന് പറയുന്നവർക്കും മതം മാറി എന്ന് പറയുന്നവർക്കും ബഹുദൈവങ്ങളെ ആരാധിക്കുന്നവർക്കുമെല്ലാം ജീവിക്കാൻ ആവശ്യമായത് ഒരുക്കി കൊടുക്കുന്നവനാണ് ഈ ലോകത്ത്, അവർക്കും അല്ലാത്തവർക്കും. എന്നാൽ അർ-റഹീം, നാളെ പരലോക വിചാരണയുടെ നാളിൽ ആരൊക്കെയാണോ അവന് വേണ്ടി വണങ്ങിയത് അവർക്ക് വേണ്ടി മാത്രം ഗുണം ചെയ്യുന്ന ഒരു പടച്ചവനാണ്, കാരുണ്യവാനാണ്, റഹീമായ അല്ലാഹു. അപ്പോഴും അല്ലാഹുവിന് ആലമുൽ ഗൈബിലാണ്. ലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലി എന്ന് പറയേ, എനിക്കാണ് സ്തുതി എന്ന് പറയേണ്ടതിന് പകരം അള്ളാഹുവിനാണ് സ്തുതി എന്ന് പറഞ്ഞ് കാരുണ്യവാൻ റബ്ബുൽ ആലമീനാണ്, റഹ്മാനാണ്, റഹീമാണ്. വീണ്ടും പറഞ്ഞു മാലികി യൗമിദ്ദീൻ, വിചാരണ എന്ന് പറയുന്ന മനുഷ്യനോട് ചെയ്തുകൊണ്ടിരിക്കുന്ന സർവ്വ അതിക്രമങ്ങൾക്കും കയ്യും കെട്ട് മറുപടി പറയേണ്ട ഒരു നാൾ വരാനിരിക്കുന്നു. മനുഷ്യനെ വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആ വാക്കുകൊണ്ട് ഗീബത്ത് നമീമത്ത് നാവുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പൊരുത്തപ്പെടിക്കാതെ പോയ എല്ലാ ഗീബത്ത് നമീമത്തുകൾക്കും അവനവന്റെ കർമ്മങ്ങളെ വെച്ച് ചോദ്യം ചെയ്ത് ആരെപ്പറ്റിയാണോ അപരാധം പറഞ്ഞത് അവർക്ക് പറഞ്ഞവന്റെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു കൊടുക്കുന്ന ഒരു നാൾ വരാനിരിക്കുന്നു. അതാണ് യൗമുദ്ദീൻ, വിചാരണയുടെ ദിവസം. ദീൻ എന്ന് പറഞ്ഞാൽ മതം എന്നർത്ഥമുണ്ട്. ദീനുൽ ഇസ്ലാം,
ദീൻ എന്ന് പറഞ്ഞാൽ ഹിസാബ് എന്നർത്ഥമുണ്ട്, വിചാരണ. വിചാരണയുടെ ഉടമസ്ഥനാണ് അല്ലാഹു. അവിടെ കൈക്കൂലി നടക്കൂല. അവിടെ നിങ്ങൾക്ക് അവിടുത്തെ ഓഫീസർമാരായ മലക്കുകളെ സ്വാധീനിക്കുക സാധ്യമല്ല. ഇടപാടുകൾ അമലുകളുടെ നാണയങ്ങളിൽ കൊടുക്കേണ്ട നേരമാണത്. ആ നാളിന്റെ ഉടമസ്ഥനാണ്, മാലിക്കാണ് അല്ലാഹു, മാലിക് യൗമിദ്ദീൻ. ഇനി പറയേണ്ടത് എങ്ങനെയായിരുന്നു എന്നാ? ഇയ്യാഹു നഅ്ബുദു എന്നാ പറയേണ്ടിയിരുന്നത്. ആ പടച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ പടച്ചവൻ മാത്രമാണ് സഹായിക്കാൻ യഥാർത്ഥ കഴിവുള്ളത്. ബാക്കിയുള്ളവരൊക്കെ അല്ലാഹു കൊടുത്ത കഴിവ് കൊണ്ടാ. പക്ഷെ യഥാർത്ഥത്തിൽ സഹായി അല്ലാഹുവാണ്. യഥാർത്ഥത്തിൽ മഅബൂദ് അല്ലാഹു ജല്ല ജലാലു മാത്രമാണ്. അപ്പൊ ഇയ്യാഹു, ആ പടച്ചവനെ, ആരാണോ റഹീം, ആരാണോ റബ്ബുൽ ആലമീൻ, ആരാണോ മാലിക് യൗമിദ്ദീൻ, ആ റബ്ബിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ആ റബ്ബിനെ മാത്രമാണ് ആരാധിക്കുന്നത് എന്ന് പറയേണ്ടടുത്ത് അല്ലാഹു പറഞ്ഞ എന്താണ്? ഇയ്യാക, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു റബ്ബേ. നോക്കണം, ആലമുൽ ഗൈബിൽ കിടക്കുന്ന മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതനാണ് അല്ലാഹു. പടച്ച തമ്പുരാനെ കുറിച്ച് അല്ലാഹു എന്താണ്, എങ്ങനെയാണ് അല്ലാഹു എന്ന് നിങ്ങൾ എന്തൊക്കെ ചിന്തിച്ചാലും അങ്ങനെ ഒരിക്കലുമല്ല റബ്ബ് എന്ന് പറഞ്ഞ് അത് റബ്ബുൽ ആലമീനാണ്. ആ പടച്ചവൻ ലോകങ്ങളുടെ രക്ഷിതാവാണ്, കാരുണ്യവാനാണ്, റഹീമാണ്, മാലിക് യൗമിദ്ദീനാണ്. ഇതൊക്കെ പറഞ്ഞപ്പോ ആ റബ്ബിനെ നിസ്കരിക്കുന്ന, ആ റബ്ബിനെ കുറിച്ച് ആലോചിക്കുന്ന വിശ്വാസിയുടെ മനസ്സിൽ ആ റബ്ബ് മുമ്പിൽ അവതരിക്കുന്ന പോലെ ബോധ്യമാവുകയാണ്. എന്നിട്ട് പറയുന്ന വാക്കാണ് ഇയ്യാക റബ്ബേ, അങ്ങയെ അല്ലാഹുവേ, അവിടത്തെ നിന്നെ മാത്രമാണ് റബ്ബേ ഞങ്ങൾ ആരാധിക്കുന്നത്. നിന്നോട് മാത്രമാണ് റബ്ബേ സഹായ അഭ്യർത്ഥനയുള്ളത്. കാരണം ഈ ആനത്ത് ചെയ്യാൻ, സഹായം ചെയ്യാൻ, കഴിവ് നൽകാൻ, ഹൗലും ഖുവ്വത്തും നൽകാൻ ബിദ്ദാത്ത് കഴിവുള്ളത് അല്ലാഹുവിന് മാത്രമാണ്. ബാക്കി എല്ലാവരും വാപ്പ മക്കളെ സഹായിക്കുന്നത്, കച്ചവടക്കാരൻ ഒരു കസ്റ്റമറെ സഹായിക്കുന്നത്, കഴിവുള്ളവൻ കഴിവില്ലാത്തവനെ സഹായിക്കുന്നത് അല്ലാഹുവേ നീ നൽകിയ സഹായത്തിന്റെ ഭാഗമാണ്. ഔലിയാഇന്റെയും അംബിയാഇന്റെയും സ്വാലിഹീങ്ങളുടെയും ശുഹദാഇന്റെയും മഖാമുകളിൽ നിന്ന് ലഭിക്കുന്ന, അർവാഹുകൾക്ക് ലഭിക്കുന്ന അവരുടെ നുസ്റത്തുകളാവട്ടെ, എല്ലാം അല്ലാഹുവേ നിന്റെ ഖസാനയിൽ നിന്ന് നീ നൽകുന്നതല്ലാതെ അവർക്കായിട്ട് ഒന്നുമേ സ്വന്തമായിട്ടില്ല റബ്ബേ. ഇത് മുഅ്മിന്റെ അഖീദയാണ്, നമ്മുടെ വിശ്വാസം അതാണ്. അല്ലാഹുവേ നിന്നെ എന്ന് അതുവരെ അല്ലാഹു ഗൈബിൽ കിടക്കുന്ന റബ്ബ്, ഗൈബായ ഒരു ലോകത്തിൽ കിടക്കുന്ന അല്ലാഹു ജല്ല ജലാലുവിനെ അങ്ങനെ പരിചയപ്പെടുത്തിയതിന് ശേഷം അല്ലാഹുവേ നിന്നെയാണ് എന്ന് അല്ലാഹു ഖിതാബിലേക്ക് വന്നു, ഡയറക്റ്റ് സ്പീച്ചിലേക്ക് വന്നു. അതുവരെ ഇൻഡയറക്റ്റ് ആയിരുന്നു, തേർഡ് പേഴ്സൺ ആയിരുന്നു. അത് ഫസ്റ്റ് പേഴ്സൺ ആയും അത് സെക്കൻഡ് പേഴ്സൺ ആയി മാറി. അല്ലാഹുവേ നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം അവിടെ പരിപൂർണമാവുകയാണ്. എന്തിനാണ് ഈ ജനനം, ഈ മരണം, എന്തിനാണ് ഈ ജീവിതം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذي خلق الموت والحياة الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. ജീവിതവും മരണവും എന്തിനല്ലാഹു നമുക്ക് വെച്ചു? എന്തിനാണ് നമ്മൾ ജീവിപ്പിച്ചത്? അതുകൊണ്ടല്ലേ ഒരു മരണം വന്നു പോകുന്നത്. ജീവിച്ചില്ലായിരുന്നെങ്കിൽ മരിക്കേണ്ടതില്ലാതിരുന്നല്ലോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷേ ജനനം അല്ലാഹു തന്നു കഴിഞ്ഞു. ഇനി അവനുദ്ദേശിക്കുന്ന പോലെ മരിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് തരട്ടെ. എന്തായാലും മരിക്കും. പടച്ചവൻ ആഗ്രഹിക്കുന്ന പോലെ മരിക്കാൻ പറ്റുക. മരിക്കാൻ വേണ്ടി ആരും ദ്വാരക്കരുതെന്നാ. മരിക്കുമ്പോൾ ഈമാൻ കിട്ടാൻ വേണ്ടി ദ്വാരന്നാൽ മതി. ഈമാൻ കിട്ടി മരിപ്പിക്കണേ ഇപ്പൊ തന്നെ ദ്വാരക്കേണ്ട. മരിക്കുമ്പോൾ പടച്ചവനെ ഈമാൻ തരണേ. നമ്മളങ്ങനെ പറഞ്ഞാൽ ഉദ്ദേശം അത് തന്നെയാണ്. എന്നാലും ചിലപ്പോൾ തോന്നിപ്പോകും മരിക്കാൻ വേണ്ടി. മരിക്കാൻ ദ്വാരക്കണ്ട, ആയുസ് ചോദിക്കണം അല്ലാഹുവിനോട്. ഖൈറുക്കും മൻ ത്വാല ഉംറുഹു വസലുഹ അമലുഹു. നിങ്ങളിൽ ഏറ്റവും ഖൈറായവർ നന്മകൾ ചെയ്ത് ഒരുപാട് കാലം ജീവിക്കാൻ ഭാഗ്യമുള്ളവരാണ്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.